ആശാനോട് ആര് പറഞ്ഞു? റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ പറഞ്ഞത്. അവൻ പീതാംബരനെ എന്താ വിളിച്ചെന്നറിയാവോ? പട്ടിന്ന്. ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയൂ? പീതാംബരൻ ഒരു അക്ഷരം മിണ്ടാതെ പോയി. അയാൾ റേഷൻ നേരാമണ്ണം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാൾ തെറി പറയേണ്ട കാര്യം എന്താ? നമ്മളിൽ ഇടപെടണം. ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്റെ കൂടെ നിൽക്കാമോ? അധിക നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല. കുറച്ച് കഴിയുമ്പോ ഇരിക്കണം. നിൽക്കാവുന്നിടത്തോ നിൽക്ക്. ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ. അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിൽക്കാം. ഉണ്ടാവും. നിൽക്കാം. കുറെ കാതുകാരെ കൂടി സംഘടിപ്പിക്കണം. പീതാംബരൻ അറിയാൻ പാടില്ല. നാളെ ശനിയാഴ്ച നല്ല ദിവസമാണ്. അവൻ പപ്പുള്ളിയുടെ പലചരക്ക് കടയിലോട്ട് കരിഞ്ചന്ത കടത്ത് നടത്തുന്ന അന്ന. നീ കാര്യമായിട്ട് പറയുവാണോ? തമാശ പറയാൻ ഞാനെന്താ ചാർലി ചാപ്ലിനോ? കണ്ടപ്പാ ആദ്യം 3 ചായ വാങ്ങിച്ചോണ്ട. കടിക്കാൻ വല്ലതും വേണോ? ഒരു പട്ടിയെ കൂടി വാങ്ങിച്ചോ. ഭരണത്തിന്റെ കടയിൽ വെച്ച് മതി. ഇടിച്ചിന്റെ കൂമ്പ് വെക്കും. ഈ സ്റ്റൈലിലാണ് അവറാച്ച മുതലാളി കാച്ചാൻ പോകുന്നത്. ചായ വാങ്ങിച്ചോണ്ട. ആള് വന്നു. ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? വീട്ടിലേക്ക്. ഒരു ചാക്കരി വേവിച്ചിന്നാ തന്റെ വീട്ടിലെന്താ ആനയുണ്ടോ? നേരിടറാ. അവറോച്ചോ അടയ്ക്കാൻ വരട്ടെ. പോലീസ് ഇപ്പൊ വരും. അതിനെന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്ന് ഞങ്ങൾ അടയ്ക്കാറ്. അത് പിറ്റേ ദിവസം തുറക്കാൻ പറ്റുമല്ലോ. ഇത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പോലീസുകാർ വന്ന് സീൽ ചെയ്യാൻ പോവാ. എടോ, സർക്കാർ തരുന്ന റേഷൻ വെട്ടിച്ചെടുക്കുന്ന ഇങ്ങനെയുള്ള പിണിയാളുകളായി പണിയെടുക്കാൻ നാണമില്ലേടോ തനിക്കൊക്കെ? അവറാച്ച, ഞങ്ങളുടെ പീതാംബരനെ നിങ്ങളുടെ പുഴുത്ത റേഷനരിയേക്കാൾ നാറിയ ആഭാസ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിന് പകരം ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ വരാറായ വേണ്ട, അവരെ തള്ളി മാറ്റി കൊണ്ടുവന്ന് നോക്കടാ. കഥാപാത്രം കേൾക്കുക.